മീഡിയ വൺ ചാനലിനെതിരെ പരാതി നൽകി എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആരിഫ് ഹുസൈൻ. മീഡിയ വൺ ചാനൽ തന്നെ മുസ്ലിം വിരോധിയായി ചിത്രീകരിച്ച് ജിഹാദി ആഹ്വാനം നടത്തിയെന്നും ജീവൻ അപകടത്തിലാണെന്നുമാണ് പരാതി. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി അനഘ ചേരുന്നുണ്ട്. അനഘ, കേരളത്തിൽ 10ഓളം മാധ്യമ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മീഡിയ വണ്ണിന്റെ സ്റ്റാൻഡ് അല്ലെങ്കിൽ നിലപാടൊക്കെ വ്യക്തമാണ്, കൃത്യമാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ ആരിഫ് ഹുസൈൻ പറയുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? മീഡിയ വൺ എങ്ങനെയാണ് ഇദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത്? അശ്വതി, മീഡിയ വൺ ചാനലിനെതിരെയാണ് എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആരിഫ് ഹുസൈൻ നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ അദ്ദേഹം പറയുന്നത്. പരാതിയിൽ കൃത്യമായി അദ്ദേഹം കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് മീഡിയ വൺ ചാനൽ തനിക്കെതിരെ ജിഹാദി ആഹ്വാനം നടത്തുകയാണ് നിരന്തരം എന്ന് പറയുന്നു. ഇത്തരത്തിൽ തന്റെ ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ട് തന്നെ അതിന് സംരക്ഷണം ഒരുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഈ പരാതിയിൽ അദ്ദേഹം പരാമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ചേകന്നൂർ മൗലവിയെ പോലെ, അതുപോലെ തന്നെ ജോസഫ് മാഷിനെ പോലെയൊക്കെ തന്നെ ശാരീരികമായും ആക്രമിക്കാനും സാധ്യതയുണ്ട്. അതിനുള്ള ആഹ്വാനമാണ് ഈ ചാനൽ നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഈ എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട്. ഈ മീഡിയ വൺ ചാനലിൽ ഒരു ചർച്ച ഉണ്ട്. ഈ സ്ഥാപനത്തിലെ ഈ ജേർണലിസ്റ്റുകൾ എല്ലാവരും ഇരുന്നുകൊണ്ടുള്ള ഒരു ചർച്ച. ഈ ചർച്ചയിലാണ് ഇത്തരത്തിലൊരു ആരിഫ് ഹുസൈനെതിരെ നിരന്തരം ജിഹാദി ആഹ്വാനത്തിന് നിർദ്ദേശം നൽകുകയും ഇത്തരത്തിൽ വലിയ മുസ്ലിം വിരോധിയാണ് ആരിഫ് ഹുസൈൻ എന്ന് വരുത്തി തീർക്കാനുമൊക്കെ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ആരിഫ് ഹുസൈൻ ഒരു വ്യക്തത വരുത്തുന്നുണ്ട്. താനൊരു മുസ്ലിം വിരോധിയല്ല, ഈ സമുദായത്തിലുള്ള ചില പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിക്കുകയാണ്, ഇതിൽ തിരുത്തേണ്ട കാര്യങ്ങൾ നിരന്തരം സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമാണ്. അല്ലാതെ തന്നെ ഒരു മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല, താൻ അങ്ങനെയല്ല എന്നൊക്കെയാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിലാണ് ഇപ്പോൾ ആരിഫ് ഹുസൈൻ മീഡിയ വൺ ചാനലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള ചാനലാണ് എന്നുകൂടി ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി ഒരു മതവർഗീയ പ്രസ്ഥാനമാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് മുന്നോട്ട് വെക്കുന്ന ആശയം, മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത്. അത് കൃത്യമായി തന്നെ കേരള സമൂഹത്തിന് അറിയുകയും ചെയ്യാം. ഇത്തരത്തിലൊരു ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന മീഡിയ വൺ ചാനലിനെതിരെയാണ് ഇപ്പോൾ ആരിഫ് ഹുസൈൻ, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആരിഫ് ഹുസൈൻ. വിവരങ്ങൾ വളരെ വ്യക്തമാണ്, കൃത്യമാണ്. മീഡിയ വൺ ചാനലിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആരിഫ് ഹുസൈൻ. മീഡിയ വൺ ചാനൽ തന്നെ മുസ്ലിം വിരോധിയായി ചിത്രീകരിച്ച് ജിഹാദി ആഹ്വാനം നടത്തിയെന്നാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അദ്ദേഹം തന്റെ ജീവൻ അപകടത്തിലാണെന്നും പറയുന്നുണ്ട്. പരാതി നൽകിയിരിക്കുകയാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അനഘ ഹർഷൻ കോഴിക്കോട് നിന്ന്.